പാർട്ട്ണർ ഇമോഷണലി മെച്യൂർ ആയിട്ടാണോ ബിഹേവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ 3 സിറ്റുവേഷൻസിൽ അവരെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് നോക്കിയാൽ മതി. ഒന്ന്, ഒരു സിമ്പിൾ ആയിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു കാര്യം ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യം എന്തോ ഒരു ജെന്യൂൻ ആയിട്ടുള്ള റീസൺ കാരണം നിങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കില്ല. അതായത് നിങ്ങൾ കാണണമെന്ന്, നിങ്ങൾ മീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്ലാനിങ് നിങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ വർക്കിൽ ബിസി ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അത് നിങ്ങൾ അവരോട് ഓപ്പണായി ക്ലിയർ ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? വളരെ കോൾഡ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഗിൽട്ട് നിങ്ങളിൽ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഡിസപ്പിയർ ആകുന്നു, അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു, കാര്യം എന്താണ്, സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ഇമ്മച്വർ ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. എന്നാൽ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനെ റെസ്പെക്ട് ചെയ്യുകയും വീണ്ടും ആ കാര്യം നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ നമുക്ക് പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും റീഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു മെച്വർ ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. 2, എ ടൈനി മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഒരു കാര്യം അവർ നിങ്ങളോട് സംസാരിച്ചു, നിങ്ങൾക്കത് ക്ലിയർ ആയില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ്, നീ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ആ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, ക്ലിയർ ആക്കിത്താ. ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അതിനോട് അവരെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? വളരെയധികം വയലന്റ് ആവുകയും, അല്ലെങ്കിൽ ആ പ്രശ്നം നിങ്ങളുടേതാണ്, അല്ലെങ്കിൽ ഓവർ ആയിട്ടാണ് നീ ബിഹേവ് ചെയ്യുന്നത്, ഇതൊക്കെ ടൂ മച്ച് ആണ്, ഇങ്ങനെ അതിൽ നിന്നും എസ്കേപ്പ് ആവാൻ ശ്രമിക്കുകയോ, അല്ലെങ്കിൽ ആ ഒരു കാര്യം മനസ്സിലായില്ല എന്ന് പറഞ്ഞത് നിങ്ങളുടെ എന്തോ ഒരു പ്രശ്നമാണ് എന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഇമ്മച്വർ ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. നേരെ മറിച്ച് ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അവിടെ ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടി അവരൊരു എഫേർട്ട് എടുക്കുന്നുണ്ട്, ആ ഒരു കാര്യം അവിടെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു മെച്വർ ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. 3, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹെൽത്തിയായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം അവിടെ ഇമ്പോർട്ടന്റ് ആയി വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം അവരോട് ചോദിക്കുക, ആസ്ക് ചെയ്യുക. ഡിമാൻഡിങ് അല്ല, ജസ്റ്റ് അവരോട് ചോദിക്കുക, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് അവരോട് തുറന്നു പറയാം. ഈ കാര്യം അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു മെച്വർ ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. എന്നാൽ ഇതൊന്നും ആവശ്യമില്ല, ഇതൊക്കെ ഓവർ ആയിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നെഗ്ലക്ട് ചെയ്യുകയുമാണെങ്കിൽ അതൊരു ഇമ്മച്വർ ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. നിങ്ങൾ മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്ന ഒരാളാണോ? നിങ്ങൾക്ക് ഒരു ഹാപ്പി, ബ്യൂട്ടിഫുൾ, ഹെൽത്തി റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. സോ അഫർമേഷൻ വേണ്ട ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക, ഫൈറ്റ് അഫർമേഷൻ എന്ന്.